പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. നമുക്ക് ഒരാശ്വാസം തരുന്ന വചനമാണ്. ഈ വചനത്തെ ചരിത്ര പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞിട്ട് ബാക്കി ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ആശ്വസിക്കപ്പെട്ട കാന്തയെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലങ്കാരികമായി ഈ പുസ്തകത്തിന്റെ തുടക്കം തന്നെ. എന്ന് പറഞ്ഞാൽ യഹോവയുടെ ഭാര്യയായ ഇസ്രായേൽ വർഷങ്ങളായി ആത്മീയ സന്താനങ്ങളെ ജനിപ്പിച്ചിരുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവളെ മച്ചിയായിട്ട് സങ്കല്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ബാബേലിലെ പ്രവാസ ജീവിതത്തെ താൽക്കാലികമായ വിവാഹ മോചനത്തിന് സമാനമായി ചിത്രീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയും ദൈവം അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന ഒരനുഭവത്തിലൂടെ ഇസ്രായേൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. എന്നാൽ മശിയായുടെ ഒരു നല്ല കാലം, നല്ല ഭരണകാലം വരുമ്പോൾ ഇവരെയെല്ലാം ചേർത്ത് പിടിച്ച് ഇവരനുഭവിച്ച കഷ്ടതകൾക്കെല്ലാം മാറ്റം വരുമെന്ന് തിരുവെഴുത്തിൽ നമ്മൾ തുടർന്ന് വായിച്ചു വരുമ്പോൾ ചരിത്ര ഭാഗങ്ങളൊക്കെ പഠിച്ചാലും കാണാൻ കഴിയും. ഞാൻ ഭാഗം പറഞ്ഞത് മാത്രം. നാം വായിച്ച പഠനത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അതൊരു വലിയ വാഗ്ദത്തമാകട്ടോ. ഹല്ലേലൂയ. കർത്താവ് തേജോവാനായിരുന്നാലും സർവശക്തനായിരുന്ന ദൈവമായിരുന്നാലും സർവജ്ഞാനി സർവവ്യാപിയായിരുന്നാലും ഹല്ലേലൂയ, ദൈവം തന്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആഴത്തെ നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ട് നമുക്ക് അളക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അത്രമാത്രമാണ് യേശു നമ്മെ സ്നേഹിക്കുന്നത്. നമ്മെ ഈ ലോകത്തിൽ ജീവൻ തന്ന് സ്നേഹിച്ച ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. അല്ലാതെ ഈ ലോകത്തിൽ ആരും നമുക്ക് ജീവൻ തന്ന് സ്നേഹിക്കത്തില്ല. ഹല്ലേലൂയ. അത്രമാത്രം സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. വചനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഹല്ലേലൂയ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും കടന്നു വരാം. ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, ദൈവം എന്റെ കണ്ണുനീര് കാണുന്നില്ലേ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ, എന്റെ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥ, എന്റെ തലമുറയുടെ, എന്റെ മാതാപിതാക്കളെ അവസ്ഥ കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരിഭവത്തോടെ സംസാരിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അവിശ്വാസം വരുമ്പോൾ, ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോൾ, ദൈവസ്നേഹം കുറയുമ്പോൾ ദൈവം നമ്മെ മറന്നു കളഞ്ഞുവോ എന്നുള്ള ഒരനുഭവം ഉണ്ടാകും. കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവം അല്പനേരത്തേക്കെങ്കിലും നമ്മെ മറന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും തെറ്റില്ല. അല്ലെങ്കിൽ എന്നിട്ട് കർത്താവ് എങ്കിലും ഞാൻ മഹാകരുണയോടെ നിങ്ങളെ ചേർത്തുകൊള്ളും. അത്ര സ്നേഹം തരുന്നവനാ. അല്ലെങ്കിൽ ഇതുപോലെ സ്നേഹം തരുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ ആമി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്യുന്നത്. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്യുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. എങ്ങനെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു? നിത്യസ്നേഹം കൊണ്ട്, മാറ്റമില്ലാത്ത സ്നേഹം കൊണ്ട്. നിത്യസ്നേഹം കൊണ്ട്, മാറ്റമില്ലാത്ത സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുന്നത് അതും കർത്താവ് മാത്രമാണ്. ലോകത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പോലും നിത്യസ്നേഹം കൊണ്ട്, മാറ്റമില്ലാത്ത സ്നേഹത്താൽ മാതാപിതാക്കൾ പോലും അങ്ങനെ ചെയ്യാറില്ല. ലോകത്തിലെല്ലാം ഒരുതരം കപടം നിറഞ്ഞ സ്നേഹങ്ങളാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, പ്രവാചകർ പറയാണ്, നിത്യസ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അപ്പൊ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, കർത്താവിന്റെ ദയ നമുക്ക് ദീർഘമാക്കി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കർത്താവിനെ നിങ്ങൾ മറന്നിട്ട് ലോകത്തിൽ എന്തിന്റെങ്കിലും പിന്നാലെ പോയാൽ
അല്പനേരത്തേക്കെങ്കിലും കർത്താവ് നിങ്ങളെ മറന്നു കളഞ്ഞു എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടി വന്നാൽ അത് വലിയ തെറ്റൊന്നുമില്ല. കാരണം നിങ്ങൾ കർത്താവിനെ മറന്നതുകൊണ്ടാണ്. ഇത്രമാത്രം സ്നേഹം തന്ന ഒരു കർത്താവിനെ മറക്കുമ്പോൾ കർത്താവ് അല്പനേരത്തെങ്കിലും നമ്മളെ മറക്കാതിരിക്കുമോ? സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നതാണ്, സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല, ഞാൻ നിന്നെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 വായിക്കാൻ കാണാൻ കഴിയും. അത്രമാത്രം സ്നേഹം തരുന്ന കർത്താവിനെ നമ്മൾ എത്രയോ പ്രാവശ്യം മറന്നു കളഞ്ഞു. എത്രയോ പ്രാവശ്യം നാം ദൈവത്തെ തള്ളിക്കളഞ്ഞു. നമുക്ക് തരുന്ന സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിത്യസ്നേഹം കൊണ്ട് തന്നെ സ്നേഹിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ രാജാതിരാജാവിന്റെ മക്കളാണ്. നിങ്ങൾ ആരാണ്? രാജാതിരാജാവിന്റെ മക്കളാണ്. ഹല്ലേലൂയ. എന്ന് നിങ്ങൾ വിളിക്കപ്പെടുവാൻ നിങ്ങളെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ രാജാവിന്റെ മക്കളാണ്, സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളെ സ്തോത്രം എങ്ങോട്ട് കൊണ്ടുവന്നു? നിങ്ങളെ ദൈവത്തിന്റെ മക്കളായി ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. മുമ്പ് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു. അന്ധകാരത്തിൽ കിടന്ന് നിങ്ങളെ ദൈവം രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി മാറ്റി. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ 1 പത്രോസിന്റെ 2:9 വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുത പ്രകാശത്തേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ആരാ? ദൈവമക്കളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. രാജകീയ പുരോഹിതവർഗമാണ്. രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും. ഹല്ലേലൂയ. ഇപ്പൊ രാജകീയ പുരോഹിത വർഗമായി നമ്മെ തെരഞ്ഞെടുത്ത് നിത്യസ്നേഹം കൊണ്ട് നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ നമ്മെ മഹാകരുണയോടെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1 വരുമ്പോഴും കാണാൻ കഴിയും, നമ്മൾ ദൈവന്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചെന്ന് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത്ര സ്നേഹം തരുന്ന ഈ കർത്താവിനെ നീ മറന്നാൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ പിന്നെ നീ നിലവിളിച്ചുകൊണ്ട് കാര്യമില്ല. നിനക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ, നിനക്ക് ഈ ഭൂമിയിൽ സഞ്ചരിപ്പാൻ, നിനക്ക് ഈ ഭൂമിയിൽ ഉല്ലാസത്തോടെ കൂടി നടക്കുവാൻ, നിനക്ക് ജീവിത സാഹചര്യങ്ങളെല്ലാം നേരിടുവാൻ വേണ്ടുന്ന കൃപയെല്ലാം നൽകുന്ന യേശുവാണ്. ഈ ഭൂമി സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തിനും നന്മ തരുന്നവൻ യേശുവാണ്. അവന്റെ ജീവിതത്തെ മുഴുവൻ കാത്തു സൂക്ഷിക്കുന്നത് യേശുവാണ്. ആരും നമ്മെ കാത്തു സൂക്ഷിക്കും. ഒരു മതങ്ങളും നമ്മെ കാത്തു സൂക്ഷിക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരും നമ്മെ കാത്തു സൂക്ഷിക്കും. ഒരു സംഘടനകളും നമ്മെ കാത്തു സൂക്ഷിക്കുന്നില്ല. നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂറും നിങ്ങൾക്കുള്ള ഈ ഓക്സിജൻ തരുന്നത് ആരാ? കർത്താവാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ മതങ്ങളോ വല്ലതുമാണ്? ഒന്നുമല്ല. എല്ലാം ദൈവത്തിന്റെ മഹാകരുണയാണ്. അപ്പൊ നിന്റെ ജീവിതത്തിന്റെ ഈ സമയം വരെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ പ്രായത്തിൽ, നിങ്ങളുടെ പ്രായപരിധി നോക്കിയിട്ട് നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ച നന്മകൾ ഒന്നും നിങ്ങൾ കൊണ്ടുവന്നതല്ല. എല്ലാം ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തന്നത്, സൗജന്യമായിട്ട് തന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടേതെന്ന് നിങ്ങൾ പറയുന്നതൊന്നും നിങ്ങളുടേതല്ല. ഹല്ലേലൂയ. അതെല്ലാം ദൈവത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമായതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ എന്തോ എല്ലാം എന്റേത്, എനിക്ക്, ഞാൻ, ഞങ്ങളുടെ എന്നൊക്കെയുള്ള ചില സ്വയത്വത്തിന്റെ ആത്മാവ് ജനത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച കാലം തൊട്ട് മനുഷ്യന്റെ ജീവിതം മതം പതിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നിത്യ സ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കുന്ന അവന്റെ ദീർഘക്ഷമ നിനക്ക് തന്നിരിക്കുമ്പോൾ ഇന്ന് പകൽ നീ യേശുവിനെ അനുഗമിക്കുക. അല്പനേരത്തേക്ക് മറന്നു കളഞ്ഞാലും മഹാകരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം നിന്നെ ഉപേക്ഷിച്ചേക്കാം, ലോകക്കാർ ഉപേക്ഷിച്ച, സ്വന്തം കുടുംബക്കാർ, സ്വന്തം ഭർത്താവ് ഭാര്യ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപേക്ഷിച്ചേക്കാം, മക്കൾ നിന്നെ ഉപേക്ഷിച്ചേക്കാം. നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ അയൽവാസികൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനോട് കൂടെ നടന്നവരും നിന്റെ തൂളിൽ കൈയിട്ട് നടന്നവരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കാം. ഹല്ലേലൂയ.
ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും നിന്നെ ഉപേക്ഷിച്ച് കളയാത്ത ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ലോകം നിന്നെ പകച്ചാലും, ലോകം നിന്നെ മാറ്റി നിർത്തിയാലും, ലോകം നിന്നെ വിടക്കെന്ന് പറഞ്ഞാലും, ആമേൻ, നിന്നെ ചേർത്ത് പിടിച്ച് മഹാകരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുവരുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നിന്റെ ആപത്തുകളിൽ, നിന്റെ രോഗങ്ങളിൽ, നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവില്, നിന്റെ വേദനയുടെ നടുവില്, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളില്, നിന്റെ കിടക്കയില് നീ മഹാരോഗിയായിരുന്നപ്പോൾ, നീ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ, സാമ്പത്തിക ഞെരുക്കം നിന്നെ നേരിട്ടപ്പോൾ, കടക്കെണി നിനക്ക് വന്നപ്പോൾ, നിന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, നീ അലഞ്ഞു തിരിയുന്ന ഒരു അനുഭവത്തിലേക്ക് വന്ന സാഹചര്യങ്ങൾ, എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റയായി നിരാശന അനാഥനാണെന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിലില്ലേ? അവിടെയൊക്കെ നീ അനാഥപ്പെട്ടു പോകാതെ, നീ തള്ളപ്പെട്ടു പോകാതെ നിന്നെ ചേർത്ത് പിടിച്ചത് ദൈവ സ്നേഹമാ. അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വേദനയെ കരപിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് നീ അനാഥനല്ല, നീ അനാഥയല്ല. ആമേൻ, സ്തോത്രം. അല്പനേരത്തേക്കെങ്കിലും നിന്നെ, അല്ലെങ്കിൽ അല്പനേരം നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കും ദൈവമുണ്ട്. നിത്യസ്നേഹം കൊണ്ട് ഹല്ലേലൂയ, ആമേൻ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തെ നമ്മൾ അറിയണം. ദൈവത്തെ അറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ദൈവം നമ്മെ രാജാവിന്റെ മക്കളാക്കി മാറ്റി, മാത്രമല്ല നമുക്കുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ ഹൃദയമാകുന്ന ആ സിംഹാസനത്തെ കർത്താവിന് അവകാശമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ വസിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. സ്നേഹത്തെയും അവന്റെ ത്യാഗത്തെയും വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹത്തെയും അവന്റെ ത്യാഗത്തെയും നമുക്ക് വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, വസിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ അവൻ മധ്യാകാശത്തിൽ വരും. അല്ലേ? സ്വർഗം, സ്തോത്രം, സ്വർഗത്തിലേക്ക് നമ്മളെ സ്വർഗത്തിൽ ചേർക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരുമായി മധ്യാകാശത്തിൽ വരുന്ന നാളുകൾ ഏറ്റവും അടുത്തിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വശീകത, കർത്താവിന്റെ വിളി ഏത് സമയത്തും ഉണ്ടാകാം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ട്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ വിട്ടുവിടുതേ ലോകജനത്തോടൊപ്പം ചേർന്ന് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോയി നീ ദൈവകോപം വാങ്ങിയെടുക്കാതെ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന ആ കർത്താവിന് വേണ്ടി നീ അന്ത്യത്തോളം നിൽക്കണം. വിളി ഏത് സമയത്തും വരാം. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരെ, ജീവിതത്തിന് ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ സങ്കടപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ നടുവിലും ദൈവം നിന്നെ സ്നേഹിക്കും, നിന്നെ ചേർത്ത് പിടിക്കും. നിന്റെ കഷ്ടങ്ങൾ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, നിന്റെ കണ്ണുനീരും മാറും. ആമേൻ. നിന്നെ സ്നേഹിക്കുവാൻ യേശുവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തോട് ചേർന്ന് ഇരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേദനകൾക്ക്, നമ്മുടെ ഭാരങ്ങൾക്ക്, നമ്മുടെ കഷ്ടതകൾക്ക്, നമ്മുടെ സങ്കടങ്ങൾക്ക് രോഗം സമാധാനം തരത്തില്ല, സ്വസ്ഥത തരത്തില്ല, ആശ്വാസം തരത്തില്ല. എന്നാൽ ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സകല പ്രതികൂലത്തിന്റെ നടുവിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന യേശു കർത്താവ് മാത്രമാ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? നിനക്ക് വിശ്വസിക്കാമോ? യേശുവോട് പറയാമോ, കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ഈ പ്രതികൂലത്തിന്റെ നടുവില് എന്നെ ചേർത്ത് പിടിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. എന്റെ ഈ പ്രശ്നത്തിൽ നിന്നെ പിടിവെക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. മരണകരമായ അനുഭവത്തിൽ നീ കടന്നു പോവുകയാ. ആമേൻ. നാളെ പ്രഭാതത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പ്രഭാതം വന്നാൽ ഞാൻ ഒരുപാട് കഷ്ടതയിലാണ്. എന്നെ ഹല്ലേലൂയ കർത്താവ് എന്ന് ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം യേശുവിന് വിട്ടുകൊടുക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യുമെന്നേ. അങ്ങനെ വിശ്വസിക്കണം കേട്ടോ. ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം. എപ്പോഴും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറയുകയാണ്, അല്ലൊരു സങ്കീർത്തനം 23 വരുമ്പോൾ ദാവീദ് രാജാവ് പറയുക, 23:6 അതിങ്ങനെ പറയാണ്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ഈ ഭക്തൻ ഇത് പറയണമെങ്കിൽ ആ ഭക്തന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ ആലയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധം പുലർത്തി വിശുദ്ധി ജീവിക്കുക എന്നാണ്. ആലയത്തിൽ ആയുഷ്കാലം ആലയത്തിൽ വസിക്കാൻ ദൈവത്തോട് ബന്ധം പുലർത്തി ജീവിതകാലം മുഴുവൻ വിശുദ്ധി ജീവിക്കണം. ഒരു ദൈവ പൈതൽ അശുദ്ധി വീഴാൻ പാടില്ല.
വീണ്ടെടുക്കപ്പെട്ട ദൈവജനം വിശ്വാസത്താൽ പാപത്തിന്റെ കറകളെ കഴുകി വിശ്വാസത്താൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആമീൻ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകാതെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാതെ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം അനുഭവിച്ചുകൊണ്ട് അവന്റെ ആലയത്തിൽ വസിക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസറോ ലേരിയ. അപ്പൊ നമുക്ക് ദൈവമായിട്ട ബന്ധം. അല്ലേരിയ. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ആമീൻ പറയുന്നത് സ്വർഗത്തെ ചൂണ്ടിക്കൊണ്ട് ആമീൻ പറയും നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം പറയുന്നു. പൗലോസിന് പ്രത്യാശയാണ്. ഫിലിപ്പി ലേഖനം 3:20. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ഈ ഭൂമി നമുക്ക് ഓരോ രാജ്യത്തും അതിൻ്റെതായ പൗരത്വമുണ്ട്. അതൊക്കെ ഈ താൽക്കാലികം, ഈ ഭൂമി ജീവിക്കുമ്പോൾ മാത്രമുള്ളതാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പാപത്തിന്റെ കറകൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പൗരത്വം എവിടെയാണ്? സ്വർഗരാജ്യത്തിലാ. രക്തം ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ? ശരി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടോ? അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ നമ്മെ ചേർത്ത് പിടിക്കുവാൻ ഹല്ലേലൂയ അവൻ വരും. അതാ പറഞ്ഞത്, അല്പകാലത്തേക്ക് മാത്രം നിങ്ങൾ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ ചേർത്ത് കൊള്ളുമെന്ന് പറയുന്നത്. അതെ, കാഹളനാദം കേൾക്കാൻ സമയമായി. ഹല്ലേലൂയ. വിശുദ്ധന്മാരെ ചേർക്കാൻ ആമീൻ മധ്യാകാശത്തിൽ യേശു വരുന്ന നാളുകൾ ഇനി ഏറെ ഇല്ല. ശ്രോതാവേ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ടിട്ട് നീ മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിന് നിന്റെ ഹൃദയം കൊടുത്തുകൊണ്ട് നിന്റെ പൗരത്വം നീ സ്വർഗത്തിൽ ഉറപ്പിക്കണം. ഹല്ലേലൂയ. ചിലർ പറയും ഞാൻ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉള്ളവനാ, ചിലർ പറഞ്ഞ് മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് ഉള്ളത്, ചിലർ പറയും ഞാൻ CPM അല്ലെ LDF മെമ്പർഷിപ്പ് ഉള്ളത്, ചിലർ ഞാൻ BJP. അത് നീ എവിടെ മെമ്പർഷിപ്പ് ഉള്ളവനായിരുന്നാലും, ഈ ലോകത്തിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നീ മെമ്പർഷിപ്പ് ഉള്ളവനായിരുന്നാലും അല്ലെ, അതെല്ലാം താൽക്കാലികമാണ്. ഇന്ന് പാർട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്കച്ചവർക്ക് കുത്തഴിച്ചു പോലെ പാർട്ടി ഉണ്ടാക്കുക. രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് രാഷ്ട്രീയക്കാർ തമ്മിൽ അടിക്കുന്നു, കലഹിക്കുന്നു, മത്സരിക്കുന്നു. അത് കഴിയുമ്പോൾ പ്രസ്ഥാനത്തിൽ മാറുന്നു, പിന്നെ എന്തിരിക്കുന്നു അങ്ങ് അല്ലെങ്കിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് കുടിത്ത തകരയെന്ന് പറഞ്ഞ പോലെ അങ്ങ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് കണ്ട് നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. നിന്റെ പൗരത്വം നീ സ്വർഗത്തിൽ ഉറപ്പിക്കണം. രക്തം ചെയ്യണം. നിന്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് നിനക്ക് ബോധ്യമുണ്ട് ശ്രോതാവി. അതോ നിന്റെ പൗരത്വം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കയ്യിലാണോ? നിന്റെ പൗരത്വം ഇവിടുത്തെ സംഘടനക്കാരുടെ കയ്യിലാണോ? നിന്റെ പൗരത്വം ഇവിടെ മതങ്ങളുടെ കയ്യിലാണോ? മത നേതാക്കന്മാരുടെ കയ്യിലാണോ? ആരുടെ കയ്യിലാണോ നിന്റെ പൗരത്വം? നിന്റെ പൗരത്വത്തെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് യഥാർത്ഥ ബോധ്യമുണ്ടായത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ, അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് പൗലോസ് അറിയുന്നെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കും ഞങ്ങൾക്കെല്ലാം അതേ ഉറപ്പ് വിശ്വാസമാണ്. ഞങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഭൂമിയുടെ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് മാത്രം. പക്ഷേ ഇവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ പൗരത്വത്തെ ഞങ്ങൾ സ്വർഗത്തിൽ ഉറപ്പിച്ചു തരാം. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. ഈ ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളഞ്ഞ്, ലോകത്തിന്റെ പാപമോഹങ്ങളെ മാറ്റിക്കളഞ്ഞ്, ജഡത്തെ ചിന്തകളെ മാറ്റിക്കളഞ്ഞ് ഇവിടെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇവിടെ നമുക്ക് വലിയ സന്തോഷം തരുന്ന ഈ പാപസുഖങ്ങളെല്ലാം ഈ ജീവിതത്തിൽ നീക്കിക്കളഞ്ഞിട്ട് സ്വർഗ സന്തോഷം തെരഞ്ഞെടുത്തവരാ ഞങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന ഹൃദയ, ഇവിടുത്തെ മണ്ണിനും പെണ്ണിനും പൊന്നിനും പണത്തിനു വേണ്ടി നിന്റെ ജീവിതത്തെ ഉടച്ചു കളയരുത്. ഇവിടുത്തെ പാർട്ടിക്കാർക്ക്, രാഷ്ട്രീയ മതങ്ങൾക്ക് വേണ്ടി, തീവ്രവാദിക്ക് വേണ്ടി, ഭീകരവാദിക്ക്, വർഗീയവാദിക്ക് വേണ്ടി നിന്റെ ജീവിതം നീ ഉടച്ചു കളയരുത്, നശിപ്പിച്ച് കളയരുത്. അങ്ങനെ കളഞ്ഞാൽ നീ നിത്യമായി നരകത്തിൽ കിടക്കും. നരകക്കടലിൽ നരകത്തിൽ നീ കിടന്ന് ആമീൻ ചാകാത്ത പുഴു കിടമാത്ത തീയുമായിരിക്കുന്ന നരകത്തിൽ നീ യാതൊരു അനുഭവിക്കും. അവിടെ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ സ്നേഹമൊക്കെ നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവം അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നമ്മുടെ രക്ഷിതാവായി വരും അല്ലെ. അല്ലെ അവിടെ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലത്തെ ഒരുക്കിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കി എന്ന് പറയുമ്പോൾ
നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ് അത് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, ഹല്ലേലൂയ, അവിടേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും, നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോയെന്ന്. ഹല്ലേലൂയ. പിതാവിന്റെ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പം കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്താൻ വേണ്ടി അവൻ വരുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഉറപ്പ് നിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്നത് യേശു വന്നു പോയെന്ന. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു, AD 70 യേശു വന്നു പോയോ എന്ന്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്ന മന്ദബുദ്ധികൾ ഒരുപാടുണ്ട്. AD 70 യേശു വന്നു പോയെന്നും യേശു ക്രിസ്തു അതിന് ശേഷം വന്നു പോയെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരുപാട് ബുദ്ധിഹീനരായിരിക്കുന്ന മന്ദബുദ്ധികളായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നപ്പോൾ AD 70 AD 100 പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ യേശു വന്നിട്ടില്ല. യേശു വരാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ വരും. കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അന്ത്യാകാശത്തിൽ അവൻ വന്നാൽ മുമ്പേ മരിച്ച വിശുദ്ധന്മാരെയൊക്കെ അവനെ ഉയർക്കും. ഹല്ലേലൂയ. പിന്നെ ജീവനോടെ ഇരിക്കുന്ന ഓരോരുത്തരോടൊപ്പം എടുക്കപ്പെടാൻ രൂപാന്തരപ്പെടാൻ 1 ദിവസമെങ്കിൽ 4-16 വരെ വായിച്ചാൽ മതി. എങ്ങനെയാണോ നാം കള്ളനെ പോലെ വരും, നൊടി നേരത്തിനുള്ളിൽ വരും, കണ്ണുമിക്കുന്നിടയിൽ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഒരുങ്ങിയിരിക്കണം. അത് ചെല്ലൊക്കെ യേശുക്രിസ്തു വന്നു പോയെന്നും യേശുക്രിസ്തുവിന്റെ അവതാരമാണെന്നും ഒക്കെ പറയുന്ന ഒരുപാട് അവതാരങ്ങൾ ഈ ഭൂമിയിലാണ്. യേശുക്രിസ്തുവിന് ശേഷം ഒരു അവതാരമൊന്നുമില്ല കേട്ടോ. യേശുവിന്റെ അവതാരമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരുപാട് ദുരുപദേശന്മാരുണ്ട്, കൾട്ടുകളുണ്ട്. യേശുക്രിസ്തുവിന് ശേഷം വേറൊരു അവതാരവുമില്ല. യേശുക്രിസ്തുവിന് ശേഷമായിട്ട് യേശു അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത്. യേശു ഭൂമിയിലായിരുന്നു 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് അതിലൊരുവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് യൂദ പോയ സ്ഥാനത്ത് അപ്പോസ്തലന്മാരെ ചീട്ടിട്ട് ഒരു തെരഞ്ഞെടുത്തത് മത്തിയാസ്. ഹല്ലേലൂയ. പിന്നിങ്ങോട്ട് യേശുവിന് ശേഷം അവതാരങ്ങളെല്ലാം ശിഷ്യന്മാരാ. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തുവിന് ശേഷമായി അവൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു എന്ന്. ഹല്ലേലൂയ. അതെ, പലരും അവതാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക, അതാണ് അവര് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. പക്ഷെ വേദപുസ്തകം അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രത്യേകതാണ്, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ നിങ്ങൾ ഈ വചനത്തെ ധ്യാനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഒരുക്കുന്ന നിത്യമായ കൊട്ടാരത്തെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യമായ വാസസ്ഥലത്തെ കുറിച്ച് നമുക്ക് നല്ല സുപരിചിതമായ ഒരു അറിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞു സ്വർഗം നരകല്ല ഇവിടെ പാസ്സൊക്കെ എന്തറിയാം, സ്വർഗം നരകല്ല ഇവിടെ എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതിനെ വിശ്വാസികൾ വരെ പറയാറുണ്ട്. ക്രൈസ്തവർ പോലും എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗം നരകല്ല ഇവിടെയാണെന്ന്. അവരൊക്കെ തലയിലിരിക്കുന്ന എന്താ മണ്ണാങ്കട്ടയാണെന്നാണ് തോന്നുന്നത്. സ്വർഗവും നരകമൊന്നും ഇവിടെ അല്ല സഹോദര. ഇത് ഭൂമിയാണ്. ഭൂമി നമുക്ക് ജീവിക്കാൻ മനോഹരമായി നമുക്ക് പാർക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഭൂമിയാണ്. യെശയ്യാ 45:18 വായിച്ചാൽ കാണാൻ കഴിയും. ദൈവം നമുക്ക് പാർക്കാൻ വേണ്ടി മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയാണ്. ഈ ഭൂമി ഒരിക്കലും നരകമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നരകം ദൈവം വേറെ സൃഷ്ടിച്ചിട്ടുണ്ട്. പാപത്തിൽ പാപിയായി മരിക്കുന്ന ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾ വീണ് മരിക്കുന്നവർ അക്രമം ചെയ്ത്, കൊലപാതകം ചെയ്ത്, പിടിച്ചു പറിച്ച്, മോഷ്ടിച്ച്, ബലാത്സംഗം ചെയ്ത്, രാഷ്ട്രത്തിന്റെ തീവ്രവാദം, ഭീകരവും വർഗീയവാദം ചെയ്ത് അധികാരത്തിന് സ്ഥാനമാണ് ഏകാധിപത്യത്തെ പോലെ ഭരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞവരെ രാജ്യങ്ങളിൽ ചുടുവാൻ തക്കവണ്ണം ബോംബുണ്ടാക്കി, മിസൈലുണ്ടാക്കി, അണുവായുധങ്ങളുണ്ടാക്കി പാർത്ത് ജനതകളുടെ മേൽ കൊണ്ടിട്ട് നശിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നരകമുണ്ട്. ദൈവം നരകത്തെ ആദ്യം സൃഷ്ടിച്ച് അവിടെ ഏറ്റവും ആദ്യം ചെയ്തത് കയ്യിനാണ്. അതുകൊണ്ട് നരകമുണ്ട്. നരകത്തിലേക്ക് നിങ്ങൾ പോകരുത്. അല്ലാതെ ഈ ഭൂമി തന്നെയാണ് സ്വർഗം നരകം ഇവിടെയാണെന്ന് പറയരുത് കേട്ടോ. യഥാർത്ഥം നിങ്ങൾ വേദോസം വായിക്കരുത്. ഇത് നമുക്ക് മനോഹരമായി പാർക്കാൻ വന്ന ഭൂമി. ഈ ഭൂമിയാണ് മനുഷ്യൻ അക്രമാസക്തമാക്കി മാറ്റുന്നത്. ഈ ദൈവം നമുക്ക് മനോഹരമായി പാർക്കുവാൻ തന്ന ഈ ഭൂമിയെ അക്രമാസക്തരായിരിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പാർക്കുന്ന ദേശത്തെ നശിപ്പിക്കുന്നു. രക്തം ചൊരിച്ചിലുകൊണ്ട് ഭൂമി മുഴുവൻ നിറയപ്പെട്ട് അനേകരുടെ രക്തം ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്ന
അതിന്റെ നടുവിലാണ് കർത്താവ് നമ്മെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നത്. പ്രൈസ്. അതെ, അല്പനേരത്തേക്ക് ഞാൻ നിങ്ങളെ മറന്നുവെങ്കിലും അല്ലേലൂയ, ഞാൻ മഹാകരുണയുടെ പിന്നെ നിങ്ങളെ ചേർത്തുകൊള്ളൂ എന്ന് പറഞ്ഞ യേശുവിനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അവന് വേണ്ടി നിന്റെ ജീവിതം വിട്ടുകൊടുക്കുക. അവന് വേണ്ടി നീ ജീവിക്കും. ഈ ലോകത്തിന് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. ഞാൻ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. ലോകത്തിന് വേണ്ടി ജീവിച്ച് ലോകത്തിന് വേണ്ടി നടന്നു. ലോകത്തിന്റെ ഇഷ്ടമായിരുന്നു എന്റെ ഇഷ്ടം. അവസാനം നിത്യ നരകാഗ്നിയിലേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ നിത്യ നരകാഗ്നിയിലേക്ക് പിശാചിനെ വലിച്ചു കൊണ്ടുപോകുന്ന കാലങ്ങൾ എടുത്തപ്പോൾ എന്ത് ചെയ്തു? അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിന്റെ പാപത്തിൽ ഈ ലോകത്തിൽ നിന്ന് കർത്താവിനെ വലിച്ചെടുത്ത് കർത്താവിന്റെ രക്തോടനെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി എടുത്തിട്ടല്ലേ എന്നോട് കർത്താവ് നിന്റെ പൗരത്വം ഈ ഭൂമിയിലല്ല, നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഞാൻ നിനക്ക് വേണ്ടി രക്ഷിതമായി പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഒരുക്കമുള്ളവനായി തീരണമെന്ന് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അത് സ്നേഹിത, നമ്മുടെ പിതാവിന്റെ ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട്. പ്രൈസ്. ചിലരൊക്കെ എങ്ങനെയാണ് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത്. എങ്ങനെ ജീവിച്ച് സ്വർഗത്തിലേക്കൊന്നും പോകത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ചിലർക്ക് ഈ ലോകസുഖവും വേണം, ദൈവം വേണം. മരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ചെല്ലണം. ഇന്ന് ഇവിടുത്തെ ഒന്നും വിടത്തുമില്ല. ഇവിടുത്തെ കള്ളും വേണം, വെള്ളവും വേണം. ഇവിടുത്തെ കള്ളും പൊന്നും പെണ്ണും പാണവും, ഇവിടുത്തെ തീവ്രവാദ ഫീൽ, ഇവിടുത്തെ വർഗീയത, ഇവിടുത്തെ അധികമാനങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വേണം താനും. സ്വർഗം വേണം. ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് നടക്കത്തില്ല കേട്ടോ. ശരി. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാതെ ഈ ഭൂമിയിൽ നന്മയും കരുണയും ആയുഷ്കാലം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാൻ ദാവീദ് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും അങ്ങനായി മാറണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പാപത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കരുത്. പാപത്തെ നമ്മൾ താലോലിക്കരുത്. പാപത്തെ നമ്മൾ താരാട്ട് പാടരുത്. ഹല്ലേലൂയ. പാപത്തെ നീ വെറുക്കണം. പാപത്തെ ദൈവം വെറുക്കുന്നു, പാപിയെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് പാപത്തെ വെറുത്തിട്ട് പാപിയെ സ്നേഹിക്കുന്ന യേശുവിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ അവൻ നിന്നെ നിത്യ സ്നേഹം കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം വചനം അങ്ങനെയൊക്കെയാകട്ടോ. ദൈവം നമ്മോട് കാണിക്കുന്ന ദയ അതെത്ര വലുതാണ് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കും ഹല്ലേലൂയ സ്തോത്രം ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കും ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നതോട് ചിന്തിച്ചാൽ ദൈവം വസിക്കുന്ന മഹാപർവ്വതത്തിൽ മഹാപരിശുദ്ധ സ്ഥലത്തിൽ നമ്മൾ എത്തണം. ഹല്ലേലൂയ. എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന മഹാപർവ്വതത്തിൽ സൂര്യനും സ്തോത്രം സൂര്യനും ഹല്ലേലൂയ വിളക്കുകളും കൊണ്ട് നിറയപ്പെട്ട ആ സ്വർഗരാജ്യത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ സമാനമായ പ്രകാശമൊന്നല്ല കേട്ടോ. അവിടെ സൂര്യനില്ല, സ്വർഗത്തിൽ സൂര്യനില്ല. സൂര്യ സമാനമായ പ്രകാശം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ച് ഈ ലോകത്തിലുള്ള സൂര്യനേക്കാൾ ശക്തിയേറിയ പ്രകാശവുമായിട്ട് സ്വർഗരാജ്യത്തിൽ യേശുണ്ട്. ഹല്ലേലൂയ. അവിടെ കോടാനുകോടി ദൂതന്മാരും വിശുദ്ധന്മാരും കിരുബുകളുമുണ്ട്. ഈ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്ന ഇസ്രായേലത്തിന് ഇസ്രായേലത്തിന്റെ നടുവിൽ പാർക്കുവാൻ ദൈവം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി എനിക്ക് പാർക്കുവാൻ വേണ്ടി ഒരു കൂടാരം പണിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മോശയിലൂടെ ദൈവം സമാഗമന കൂടാരത്തെ പണിതെടുത്തത്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ദൈവം നിങ്ങൾക്കും ഒരു സമാഗമന കൂടാരത്തെ കൂടാരത്തെ പോലെ വലിപ്പം നൽകിയിരിക്കുകയാണ്. സമാഗമന കൂടാരത്തിലെ പ്രാകാരം പോലെ നിങ്ങളുടെ ശരീരം ഇരിക്കുന്നു. സമാഗമന കൂടാരത്തെ പ്രാകാരം പോലെ നമ്മുടെ ശരീരത്തെ ദൈവം ഒരുക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ സ്ഥലം പോലെ നിങ്ങളുടെ ആത്മാവിനെ ദൈവം മഹാപരിശുദ്ധ സ്ഥലമായി ദൈവം വേർതിരിക്കുകയാണ്. പ്രാകാരം പോലെ നമ്മുടെ ശരീരത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുമായിട്ട് ദൈവം ഒരുക്കുകയാണ് ആത്മാവിനെ. അപ്പൊ മഹാപരിശുദ്ധ സ്ഥലം പോലെ നിങ്ങളുടെ പ്രാണന്റെ പകുതി ഭാഗം ഹല്ലേലൂയ നിങ്ങളുടെ പ്രാണന്റെ പകുതി ഭാഗം ഇരിക്കുന്നു. പ്രാണന്റെ പകുതി ഭാഗത്തിൽ കർത്താവ് വന്ന് വസിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ അതിനെ ഒരുക്കി കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ യേശു വരണം. ഹല്ലേലൂയ. ഞാൻ പുസ്തകത്തിൽ അത് ചിന്തിച്ചതാ കേട്ടോ. ഒരു ദൈവദാസൻ എഴുതിയതാണ്.
അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കി അല്ലേ. അപ്പൊ അത് കർത്താവ് വിസർജനത്തിന്റെ നടുവിൽ പാർക്കാൻ വേണ്ടി സമാഗമന കൂടാരം പണിതതുപോലെ, ആ സമാഗമന കൂടാരത്തിന്റെ നടുവിൽ യഹോവയായ ദൈവം വാസം ചെയ്തതുപോലെ പുതിയ നിയമ സഭയായിരിക്കുന്ന എന്റെ നിങ്ങളുടെ ഹൃദയത്തെ അവന്റെ സമാഗമന കൂടാരമാക്കിയെടുത്തു. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരം നമ്മുടെ ശരീരമാണ്. സമാഗമന കൂടാരത്തെ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് അല്ലേരിയ. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് വസിക്കണം, അവന്റെ വചനം വസിക്കണം അല്ലേരിയ, അവന്റെ സ്നേഹം വസിക്കണം അല്ലേരിയ. രക്ഷയുടെ അനുഭവത്തെ നമ്മൾ തിരിച്ചറിയണം, രക്തം ചെയ്യണം. ജീവിതം എത്ര സന്തോഷിക്കാനുള്ളതാണ് അറിയണം. ജീവിതം സന്തോഷിക്കുവാനുള്ളതാ, അത് തകർത്ത് കളയാനുള്ളതില്ല. ചിലരുടെ ജീവിതം സന്തോഷിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കള്ളു കുടിച്ച്, കുറച്ച് പുകവലിച്ച്, കുറച്ച് ജഡിക മയക്കുമരുന്ന് ഉപയോഗിച്ച്, കുറച്ച് ജഡികമായ പരസംഗ ജീവിതം, വ്യഭിചാര ജീവിതമൊക്കെ ചെയ്ത പലരും ജീവിതത്തെ ആസ്വദിക്കുന്നേ അല്ലേരിയ. എന്നാൽ ജീവിതത്തെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആസ്വാദനമല്ല അല്ലേരിയ. നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ സമാഗമന കൂടാരം പോലെ നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചുകൊണ്ട് സമാഗമന കൂടാരത്തിന്റെ നടുവിൽ അതിപരിശുദ്ധ സ്ഥലം ഉണ്ടായി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ വേർപാടും വിശുദ്ധിയൊക്കെ പാലിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതമായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയും അല്ലേലിയ. അല്ലാതെ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊന്നും എടുത്തല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്, ലോകപ്രകാരമല്ല സന്തോഷിക്കേണ്ടത്. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലേലിയ. ദൈവമില്ലാത്ത ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാമോ? പലരുടെയും ജീവിതത്തിൽ യേശുവില്ല, അവരുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളൊരു നല്ല കാന്തക്കഷ്ണ കാന്തം, ഒരു കാന്തം നിങ്ങളുടെ കൈകൊണ്ട് എടുത്തിട്ട് അല്ലേലിയ സ്തോത്രം, നിങ്ങൾ ഒരു പാക്കറ്റ് മുട്ടസൂചി വാങ്ങണം. ഇപ്പൊ നമ്മുടെ ഈ റേഡിയോയുടെ ഒക്കെ സ്പീക്കറിന്റെ പിന്നിൽ അല്ലെങ്കിൽ കാന്തം ഉണ്ടല്ലോ, അത് നിങ്ങൾ പൊട്ടിച്ച് നല്ലൊരു കാന്തത്തിന്റെ കട്ടം കിട്ടും അല്ലേരിയ. ആ കട്ടം നിങ്ങളുടെ കയ്യിൽ എടുത്തു പിടിച്ചുകൊണ്ട് നിങ്ങളൊരു മുട്ടസൂചിയുടെ കവർ പൊട്ടിച്ച് നിലത്തിട്ടിട്ട് ഈ കാന്തം അതിന്റെ മുകളിൽ ഒന്ന് കാണിക്കണം. കാണിക്കും എന്ത് ചെയ്യും? ഈ മുട്ടസൂചികളെല്ലാം കോർത്ത് ഈ കാന്തത്തിലേക്ക് പറ്റിപ്പിടിക്കും അല്ലേരിയ. ഇളക്കിയെടുക്കാൻ ഭയങ്കര പാടാകട്ടോ, കാരണം ചിലപ്പം കൈയൊക്കെ മുറി എന്ന് പറഞ്ഞപോലെ യേശു നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ ഇതുപോലെ മുട്ടസൂചി കോർത്ത് കിടക്കുന്ന പോലെ വിവിധമായ വിഷയങ്ങളാൽ, പ്രശ്നങ്ങളാൽ, പ്രതിസന്ധികളാൽ, ചിന്തകളാൽ മനസ്സ് മടുത്തിങ്ങനെ നിന്റെ ഹൃദയത്തെ എപ്പോഴും വേദനിപ്പിക്കുന്ന, കുത്തി വേദനിപ്പിക്കുന്ന അനുഭവമായിരിക്കും ദൈവമില്ലാത്ത ജീവിതം അല്ലേരിയ. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലുണ്ടല്ലോ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷ നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ടെന്ന് 118 സങ്കീർത്തനം 15 വാക്യം വായിക്കുന്നതുപോലെ യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉണ്ടായിരിക്കും. നമ്മളെത്ര ഭാഗ്യവാന്മാരാ. എന്നെ കേൾക്കുന്ന മാതാവേ, ഈ ലോകത്തിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. സഹോദരൻ, നിന്റെ ജീവിതം തകർത്ത് കളയരുത്. യുവതി യുവാക്കന്മാരുടെ ഈ ലോക ജീവിതം നിന്റെ ജീവിതം ഈ ലോകത്തിൽ തകർത്ത് കളയരുത്. താൽക്കാലികമായ ജലസുഖത്തിന് വേണ്ടി എടുത്ത ലഹരിക്ക് വേണ്ടി ഭാവിയുടെ നടക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര സഹോദരമാണ് യുവതികൾ കോളേജിൽ പഠിക്കാൻ പോയ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മദ്യരോഗികളുടെ അകപ്പെട്ടിട്ട് അവർ വിട്ട കഞ്ചാവ്, MDMA, സിന്തറ്റിക്സ് പോലുള്ള നാട്ടിൽ കേരളത്തിൽ കടത്താൻ കൊണ്ടുവന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പോലീസ് പിടിച്ചു. സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നു. അവരൊക്കെ ഇവിടെ ജയിലില്ല. പുറത്തു വരാൻ കഴിയുമോ? അവർക്ക് പഠിക്കാൻ പറ്റിയോ? പഠനം പൂർത്തീകരിക്കാൻ പറ്റിയോ? അവരുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ? അവരുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? നീ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി പോയതുകൊണ്ട് ഇന്ന് എന്റെ ജീവിതം ഇരുമ്പഴിക്കാത്തായില്ലേ? ഇനി നിനക്ക് പുറത്തു വരാൻ പറ്റുമോ? ലേലിയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ പോകരുത്. യുവതി യുവാക്ക കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികളോട്, യുവതി യുവാക്കന്മാരുടെ മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് പറയട്ടെ, ലോകത്തിലേക്ക് നീ നോക്കരുത്, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോകരുത്, ലോകത്തിൽ ആരുടെയും വശീകരണത്തിലേക്ക് നീ പോകരുത്. ഈ ലോകത്തിന്റെ സുഖമല്ല നീ ആഗ്രഹിക്കേണ്ടത്. നിന്റെ ഹൃദയ സിംഹാസനം യേശുവിന് കൊടുത്തിട്ട് നിന്റെ ഹൃദയമാകുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ പരിശുദ്ധമാവ് വസിക്കണം. അല്ലേ രക്തം ചെയ്യും. അല്ലെങ്കിൽ നിനക്ക് ഇരുള് വരും. ഇരുള് നിന്റെ ജീവിതത്തിൽ കയറി പിടിക്കും. സാത്താൻ നിന്നെ കോതമ്പ് മാറ്റുന്ന പോലെ മാറ്റുവാൻ അവൻ നിന്റെ പിന്നാലെയുണ്ട്. അല്ലേലും രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കണം. ചിലരൊക്കെ ചിന്തിക്കുന്നത് ദൈവം വസിക്കുന്നത് എവിടാന്ന് പോലും പലർക്കും അറിയത്തില്ല. ദൈവം വസിക്കുന്നത് എവിടാന്ന് പോലും അറിയില്ല. ആ ദൈവം വസിക്കുന്നത് എവിടാന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കുഴഞ്ഞു വീഴുന്നത്, കുഴഞ്ഞു പോകുന്നത്. അല്ലേ? അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യം പറയുകയാണ്. പറയുകയാണ്,
ആമേൻ ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ലേലിയ ചിലത് കൈപ്പണിയായ ക്ഷേത്രങ്ങളിലാണ്, ഇവിടെ കൈപ്പണിയായ ചില ബൈബിളിൽ കൈപ്പണിയായ കെട്ടിടങ്ങളിലാണ്. ശരിയല്ലേ? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങൾ, മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ഹല്ലേലൂയ വാസം ചെയ്യുന്നില്ല. പൗലോസ് എത്ര കറക്റ്റായിട്ട് അതൊക്കെ പറയുന്നതല്ലേ? പൗലോസിനെ പോലെ ജ്ഞാനമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ഉപദേശങ്ങളെ, സഭയുടെ ഉപദേശങ്ങളെ നമുക്ക് കൈമാറി തരാൻ വേണ്ടി ദൈവം ജ്ഞാനാത്മാവിൽ നിറച്ച് ആമേൻ ദൈവത്തോട് ചേർന്ന്, ദൈവത്തിന്റെ വായോട് ചേർന്നിരുന്ന പൗലോസ് മുമ്പ് കാലങ്ങളിൽ താൻ ഒരുപാട് വേറെ ചിന്താഗതികളുടെ പോയവനാ. എന്നാൽ യേശു തന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ, തന്റെ ഹൃദയമാകുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് യേശു വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ചിന്താഗതികളൊന്നും മാറി. പൗലോസിന്റെ ചിന്തകൾക്കെല്ലാം മാറ്റം വന്നു. മുമ്പ് താൻ പഠിപ്പിച്ചതും ചിന്തിച്ചതുമായിരുന്ന, പാരമ്പര്യമായി കേട്ടതും പിതാക്കന്മാർ പറഞ്ഞു കേട്ടതും ഗമാലിയലിന്റെ വാദപീഠത്തിൽ ഇത് പഠിച്ചതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ന്യായപ്രമാണത്തെ നന്നായിട്ട് അരച്ചു കലക്കി കുടിച്ചവനാ. പക്ഷെ യേശുവിന്റെ ഹൃദയ സിംഹാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, ഒരിക്കലും ഞാൻ വചനം വായിക്കാൻ ലോകത്തിലുള്ള ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിക്കൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ലെന്നാണ്. ഹല്ലേലൂയ. ഒരു സാമാന്യ വിവരങ്ങളുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാം. അതുകൊണ്ട് ബൈബിൾ ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വായിക്കുന്നതല്ലതാ. അടിച്ചേൽപ്പിക്കുകയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ബൈബിൾ ഒന്ന് വായിക്കുക. എങ്ങനെ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് വരെ ചിലപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാക്കുക, ഒന്നിട്ട് തവണയൊക്കെ ആവർത്തിച്ച് വായിക്കണം. അറിയത്തില്ലാത്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം, അല്ലെ ആരോടൊക്കെ ചോദിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവം നിന്നോട് സംസാരിക്കും, ദൈവം നിന്നോട് ഇടപെടും. നിന്റെ വേദനകൾ അറിയുന്നവൻ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 21:3 പറയുകയാണ്. ഹല്ലേലൂയ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ഹല്ലേലൂയ. അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. പ്രൈസ്. ഹല്ലേലൂയ. സന്തോഷിപ്പാൻ പറ്റുകയില്ലേ? അപ്പൊ എന്താണ് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം? ദൈവത്തിന്റെ അഭിലാഷമായിരുന്ന മനുഷ്യരോട് കൂടെ വസിക്കുക എന്നത് അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഏതൊരു ദിവസവും ദൈവം ഇറങ്ങി വരികയും ആദവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമായിരുന്നു എന്ന് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ പാപം പ്രവേശിച്ചപ്പോൾ, അവരുടെ ജീവിതത്തിൽ ലംഘനം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ നടുവിൽ നിന്ന് മാറിപ്പോയി. അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അങ്ങനെ ദൈവം അവരുടെ നടുവിൽ നിന്ന് മാറി തോട്ടത്തിൽ നിന്ന് പുറത്തായ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതും. യേശു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമുക്ക് പാപമോചനം തന്ന് നമ്മുടെ ഹൃദയത്തിന്റെ നടുവിലും വസിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ അതിപരിശുദ്ധ സ്ഥലമായി ദൈവം തെരഞ്ഞെടുത്തു. ഇനി അവൻ മധ്യാകാശത്തിൽ വരും നമ്മെ ചേർത്ത് കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രത്യേകത, ഈ കാലഘട്ടം വല്ലാത്തൊരു ദുരനുഭവത്തിൽ കടന്നു പോവുകയാണ്. കാഹളം എപ്പോൾ ധനിക്കൊന്നും കയ്യില്ലാത്തതുകൊണ്ട് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടുത്തെ ഒന്നും നമുക്ക് വേണ്ട, ഇവിടുത്തെ ഒരു സുഖങ്ങളും വേണ്ട. നമുക്ക് ദൈവരാജ്യത്തിൽ ലഭിക്കുന്ന സന്തോഷം മതി. അത് നമ്മുടെ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമ്മൾ കാണാത്തത് കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് വിശ്വാസത്താൽ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സമർപ്പിക്കുന്നെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം എന്താണ് വായിച്ചത്? നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. ഹല്ലേലൂയ. അല്പനേരത്തേക്ക് അതിനെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അത് അല്പനേരത്തേക്ക് ദൈവം നമ്മെ ഉപേക്ഷിച്ചു, എന്നാൽ മഹാകരുണയോടെ അവൻ നമ്മെ ചേർത്തുകൊള്ളും. നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്ന യിരെമ്യാവും പറയുക, അതെ, നിന്നെ സ്നേഹിക്കുന്ന യേശുവാ. നിന്റെ സങ്കടങ്ങൾ കണ്ണുകൾ അടച്ചാട്ടെ. ഏതെങ്കിലും ഭാരത്താൽ പ്രയാസത്താൽ കണ്ണുനില നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ യേശുവിനെ കേട്ടിട്ടുള്ളൂ. നീ കേരളത്തിലോ ലോകരാജ്യം എവിടെയായി കഷ്ടം സഹിക്കുന്നെങ്കിൽ നീ കർത്താവിനോട് പറ, കർത്താവ് അല്പം നേരത്തേക്ക് എന്നെ ഉപേക്ഷിച്ചു, എന്റെ പാപം മുഖാന്തരമാണ്. മഹാകരുണയോടെ എന്നെ ചേർത്ത് പിടിക്കും ദൈവമേ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് പകൽ തന്ന്
എന്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് നൽകുന്നു. അതിപരിശുദ്ധമായി അങ്ങയുടെ ഹൃദയത്തിന്റെ ഹൃദയ സിംഹാസനത്തിൽ വസിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കും. ദൈവം നിനക്കൊരു സമാധാനം തരും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങളിലുള്ള 800 കോടി ജനം, എല്ലാ ഭരണാധിപരെ, ന്യായാധിപന്മാരെ, ലോകരാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ ക്രമസമാധാന പാലിക്കും മത നേതാക്കന്മാരെ, രാഷ്ട്രീയതാക്കന്മാരെ, ശൈശവത്തിനും ബാല്യത്തിൽ കൗമാരം യൗവനത്തിൽ വാർത്തരാനും വൃത്തരും രാജ്യകരും ഓർമ്മ ചോദനും തടവിലായിരിക്കുന്ന ജാതി മത വർണ്ണ വ്യത്യാസം കുടിയോട്ട് കോട്ടമായതുവരെ പാർക്കുന്ന മദ്യത്തിനും മയക്കുവരുന്നതിനും ബാൻസ് ലഹരിക്കും അടിയപ്പെട്ട തീവ്രവാദ ഭീകരവാദ വർഗീയത അകന്നിൽ അകപ്പെട്ട് കിടക്കുന്ന പാപത്താൻ നിറയപ്പെട്ട് സമാധാനമില്ലാതെ മഹാരോഗികളായി സമാധാനം നഷ്ടപ്പെട്ട് കർത്താവിൽ നിരാശയായി കഴിയുന്ന അനുബന്ധി ജനങ്ങളെ, കണ്ണുനീരിൽ കടന്നു പോകുന്ന, കടക്കടിയിൽ കിടന്നു പോകുന്ന, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, ഒറ്റപ്പെട്ടു പോയ അനവധി ആളുകളെ കർത്താവ് എടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തോട് കരുണ കാണിക്കണമേ, മഹാകരുണയോടെ അവരെ ചേർത്ത് പിടിക്കണം കർത്താവേ. അവരുടെ സങ്കടങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഗൾഫ് രാജ്യങ്ങൾക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കും. യുദ്ധമുഖാന്തരം അനവധി ആളുകൾ കഷ്ടം സഹിക്കുന്നു. അതിന്റെ നടുവിൽ ഞങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളുടെ പ്രിയപ്പെട്ട രോഗം ജനത്തെ സൂക്ഷിക്കണമേ. യുദ്ധത്തിന്റെ അറുതി വരേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകലമകത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.